നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുകയാണ്. അവരുടെ കണ്ണുകൾ മൊബൈലിന്റെയും ലാപ്ടോപ്പിന്റെയും മറ്റും സ്ക്രീനുകളിലേക്കും അവരുടെ ശ്രദ്ധയും കാതുകളുമൊക്കെ നോട്ടിഫിക്കേഷൻ ടൂണിലേക്കും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മുടെ തലമുറകൾ ഇന്ന് വളരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മാവ് ഇന്ന് ദൈവത്തിൽ നിന്നും ഒരുപാട് അകന്നകന്നു മാറിക്കൊണ്ടിരിക്കുകയാണ്. BGM, ഫ്രീ ഫയർ, ഫുട്ബോൾ, കോൾ ഓഫ് ഡ്യൂട്ടി, മൈൻക്രാഫ്റ്റ്, GTA, FC25 ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്ത തരങ്ങളിലുള്ള കണ്ണം ചിപ്പിക്കുന്ന വീഡിയോ ഗെയിമുകൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇന്ന് ആധിപത്യം സ്ഥാപിക്കുകയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഴിവ് സമയം കിട്ടിയാൽ ഉടൻ തന്നെ വീഡിയോ ഗെയിം കളിക്കണമെന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് ഭരിക്കുന്നത്. അവർ പഠിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്ന സമയങ്ങളിൽ എക്സസൈസുകളും അതുപോലെ തന്നെ പല ആക്ടിവിറ്റീസും പ്രൊഡക്റ്റീവായ ആക്ടിവിറ്റീസ് ചെയ്യേണ്ട സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പ്രയോജനവുമില്ലാതെ രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ വീഡിയോ ഗെയിം കളിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണിത്. ചിലപ്പോൾ ഇവർ കളിക്കുന്നത് പെയ്ഡ് ഗെയിമുകളാകാം. ചിലപ്പോൾ യാതൊരു മുൻപരിചയമില്ലാത്ത സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഐഡന്റിറ്റി പോലും റിവീൽ ചെയ്യാതെ വോയിസ് ചാറ്റ് ചെയ്തായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ വീഡിയോ ഗെയിം കളിക്കുന്നത്. ഓർക്കുക, തന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നോ തന്റെ കരിയർ എന്താണെന്ന് പോലും ചിന്തിക്കാതെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു അടിമത്തത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നത്. പുതിയ വരുന്ന കണക്കുകൾ അനുസരിച്ച് 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ഇന്ന് ഉറങ്ങുന്ന സമയം വെളുപ്പിന് 2 മണി 3 മണി മറ്റുമൊക്കെയാണ്. പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ച സമയമല്ല ഇത്. പകരം വീഡിയോ ഗെയിമുകളും കളിച്ച് അവര് പോലും അറിയാതെ രാത്രി പകലാകുന്നൊരു സ്ഥിതി വിശേഷത്തിലേക്ക് മാറുകയാണ്. ഇന്ന് ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികളും ഇതിന്റെ പിടിയിലായിരിക്കുകയാണ്. പക്ഷേ ഓർക്കുക, ഇത് ഒരു അടിമത്തമാണ്. ഈശോയിൽ നിന്നും അല്ലെങ്കിൽ ശുഭമായ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകേണ്ട ഭാവിയിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ശത്രുവിന്റെ ഒരു പദ്ധതിയാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു കാര്യം ഓർക്കുക, ഈ ലോകത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആകർഷണീയമായി തോന്നാം. പക്ഷെ എല്ലാം നല്ലതും എല്ലാം ഉപയോഗപ്രദവുമായിരിക്കണമെന്നില്ല. ഈ സത്യം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ജസ്റ്റ് ഫോർ ഫണ്ണായി തുടങ്ങുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളുടെ പ്രാണന്റെ വരെ വില കൊടുക്കേണ്ടതായി വരും. ഈ ഒരു അടിമത്തത്തിൽ നിന്ന് മാറണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അതിന്റെ അഡിക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അഡിക്ഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ദിവസം ഈ പറയുന്ന മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോ ഗെയിമും ഉപേക്ഷിച്ചൊരു ദിവസം ഒന്ന് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അത് ഉപയോഗിക്കാനുള്ള ഒരു ടെംപ്ടേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങൾ അതിന്റെ അഡിക്ഷനിൽ തന്നെയാണ്. അത് നിങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക. ഈ അഡിക്ഷൻ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഒഴിവാക്കുക തന്നെ വേണം. അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഈശോയിലൂടെയും വചനത്തിലൂടെയും നമുക്ക് സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒന്ന്, നിങ്ങളൊരു ബുക്ക് എടുത്ത് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ഈ പറയുന്ന മൊബൈൽ ഫോണിലും അല്ലെങ്കിൽ ലാപ്ടോപ്പിലും ഒക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന വീഡിയോ ഗെയിമും അതുപോലുള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്ന നിങ്ങളുടെ സമയം ഒന്ന് റെക്കോർഡ് ചെയ്യുക. ഈ റെക്കോർഡ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക, ഞാൻ എത്ര സമയമാണ് ചെലവഴിച്ചു എന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം പ്രൊഡക്റ്റീവായ, എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ് വെറുതെ അവിടെ ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചു എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങളുടെ കുഞ്ഞുപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, നിങ്ങളുടെ കുഞ്ഞുപയോഗിക്കുന്ന ലാപ്ടോപ്പ്, അതിന്മേൽ കൈവച്ച് തമ്പുരാനോട് പ്രാർത്ഥിക്കുക. എന്റെ കർത്താവേ, എന്റെ കുഞ്ഞിനെ ഈ ഇതിന്റെ അടിമത്തത്തിൽ നിന്നും പൂർണ്ണമായി സംരക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഓരോ മാതാപിതാക്കൾക്കും പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒരു വലിയ മാറ്റം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു നല്ല വചനമാണ് 2 തീമോഥെയോസ് 2:21. ഈ വചനം ചൊല്ലി ഇതിന്റെ അടിമത്തത്തിൽ നിന്നും എന്റെ പ്രിയ കുഞ്ഞിനെ ഇതിൽ നിന്നും രക്ഷിക്കണമെന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ കണ്ണുനീരോടുകൂടെ തമ്പുരാന്റെ സന്നിധിയിൽ നിന്നാൽ ഇതിന്റെ അടിമത്തത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഈ വീഡിയോ ഗെയിമിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്റെ കർത്താവേ, എന്റെ യൗവന മോഹങ്ങളെ വിട്ട് നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ ഈശോയെ വിളിച്ചപേക്ഷിക്കുവാനുള്ള കൃപ നൽകണമേ എന്നുള്ള പ്രാർത്ഥന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉയരട്ടെ. ഓർക്കുക, ഈശോ നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു ദോഷവും തട്ടാൻ അവൻ അനുവദിക്കുകയില്ല. ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിലേക്കോ നിങ്ങളിലേക്കോ കടക്കുവാൻ ഈശോ സമ്മതിക്കുകയില്ല. പ്രാർത്ഥിക്കുക, ഈശോയെ, അങ്ങയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് എന്റെ ഹൃദയത്തെ തിരിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവൻ വെച്ച് നീട്ടുന്ന അടിമത്തത്തിൽ നിന്നും എന്നെ രക്ഷിക്കണം
ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉയരട്ടെ.